ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ രണ്ട് വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. സമൂഹം അല്ലേ, രണ്ടു തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ വാർത്ത വായിക്കുന്ന സേതുലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അടുത്ത് പുള്ളിക്കാരത്തി ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കർക്കിടക മാസം 1-ാം തീയതി പുള്ളിക്കാരത്തി വന്ന് ഒരു വാർത്ത വായിച്ചതേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നും ഓർമ്മയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർത്തയിലല്ലായിരുന്നു പ്രശ്നം, പുള്ളിക്കാരത്തി ധരിച്ച ഡ്രസ്സായിരുന്നു ഇവിടെ ഏറ്റവും ഭയങ്കര പ്രശ്നം. ഈ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം. ഇവിടെ ഒരു മനുഷ്യരും ചോദിക്കാൻ വരത്തില്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വേണം ഓരോ ഡ്രസ്സുകളും ധരിക്കാനായിട്ട്. ഇപ്പോൾ മരണ വീട്ടിൽ നമുക്ക് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത് പോലെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഡ്രസ്സ് ധരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാര്യം അതങ്ങനെയാണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരത്തി വന്ന് വാർത്ത വായിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിയുടെ ബ്ലൗസായിരുന്നു ഏറ്റവും ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ളത്. അതായത് ആ വാർത്ത എന്താണ് എന്ന് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ ആ ഒരു വാർത്ത വയ്ക്കാം. ഇന്ന് 2026 ജൂലൈ മാസം 17, മലയാള മാസം കർക്കിടകം 1 ഇന്ന്. മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും മഴയുടെയും രാമായണ മാസത്തിൻ്റെയും അതേപോലെ വീടുകളിൽ ഔഷധക്കഞ്ഞിയുടെയും കുടുംബസ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കുളിർകാലം കൂടിയാണ്. പണ്ട് ഈ കാർഷിക സമൂഹത്തിൽ ഏറ്റവും കഷ്ടകാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിനെ ഇപ്പോഴും, പണ്ട് മാത്രമല്ല ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷെ ആ കഷ്ടകാലത്തെ പോലും പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ആത്മവിചിന്തനത്തിലൂടെയും ഒക്കെ അതിജീവിക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർക്കിടകം ജീവിതത്തിൽ പ്രതിസന്ധികളെ ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇരുളടഞ്ഞ നാളുകൾക്കു ശേഷം വെളിച്ചത്തിന്റെ ഒരു നല്ല നാളെ പ്രകൃതി നമുക്ക് വേണ്ടി നൽകും എന്നൊരു വലിയ ജീവിത സന്ദേശം കൂടിയാണ് ഓരോ കർക്കിടകവും നമുക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. കേട്ടല്ലോ, ഇതായിരുന്നു ആ ഒരു വാർത്ത. നിങ്ങൾ എത്ര പേര് ഈ ഒരു വാർത്ത ഫോക്കസ് ചെയ്ത് കാണും? സ്വാഭാവികമായിട്ടും എല്ലാവരും പുള്ളിക്കാരത്തി ധരിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിനകത്തോട്ടേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. കാര്യം അങ്ങനെയുള്ള ഡ്രസ്സാണ് അത് ഇട്ടിരിക്കുന്നത്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം ഇപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കണം. വൾഗറായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ അങ്ങ് മാറ്റി നിർത്താം, അല്ലാതെ മാന്യമായിട്ട് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പം ഫേസ്ബുക്ക് എടുത്ത് നോക്കാം, യൂട്യൂബ് എടുത്ത് നോക്കാം, ഇതിനകത്ത് എല്ലാം മെജോറിറ്റി ആൾക്കാർ ഈ പുള്ളിക്കാരത്തിയെ വിമർശിക്കുവാണ്. ഇതാ ഞാൻ പറഞ്ഞത്, സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട്. ആ ഒരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ കിട്ടാവൂ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ മാറ്റേണ്ടത്. ഞാൻ ഈ ദയാസുജിത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം നിങ്ങൾക്ക് എന്തും ധരിക്കാം, പക്ഷേ ജനങ്ങൾക്ക് അഭിപ്രായം പറയരുത്, ജനങ്ങൾ ഞങ്ങളെ നല്ലത് മാത്രമേ പറയാവൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ മാറ്റേണ്ടത്. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോ, പക്ഷെ ഓരോ സിറ്റുവേഷനും സാഹചര്യങ്ങളും അനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ഡ്രസ്സുകൾ ധരിക്കാനായിട്ട്. ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം പുള്ളിക്കാരത്തിയുടെ പുതിയ ഇൻ്റർവ്യൂ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരൊറ്റ വീഡിയോ കാരണമാണ് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് വന്നതും പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പണ്ടത്തെ കാലം തൊട്ട് അല്ലെങ്കിൽ ഇപ്പം വേറെ കുറേ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. അതിനകത്തുള്ള വേറെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ടോ? ഇല്ലാത്തതിൻ്റെ റീസൺ എന്താ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം മിക്ക ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ചുരുക്കം ചില ആൾക്കാർക്കല്ല, മിക്ക ആൾക്കാർക്കും പ്രശ്നമുണ്ട്. കാര്യം ആ രീതിയിൽ വന്നിരുന്ന് വാർത്ത വായിക്കുന്ന സമയത്ത് ഒരു മനുഷ്യരും ആ കണ്ടന്റിനകത്തോട്ട് ഫോക്കസ് ചെയ്തില്ല. അത് വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഈവൻ എന്തിന് സ്ത്രീകൾ വരെ വന്നിരുന്ന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നിങ്ങളൊരു വാർത്ത വായിക്കുമല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറല്ലേ, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ പല ആൾക്കാരും വന്നിരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ, കാര്യം കണ്ടന്റ് ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ടന്റിന് ഒരു പ്രശ്നമില്ലാത്തത്. നിങ്ങളെ മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത്. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം,
ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയും. കുടുംബസമേതമായിട്ട് TV ഓണാക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവർ ചാനൽ മാറ്റിപ്പോവും. ചിലവർക്കത് അക്സെപ്റ്റബിൾ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും നമ്മളെ പിടിച്ചെറിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പരിപാടിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ നമ്മളും കൂടെ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം കുറേ എണ്ണം ചാടിയങ്ങ് ഇറങ്ങും, കുറേ ഫെമിനിസ്റ്റ് ആയിട്ടുള്ളവർ എല്ലാവരൊക്കെ. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, മറ്റേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് എടീ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. വന്നിരുന്നിട്ട് ചുമ്മാ കിടന്ന് അത് ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന് അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തൊരു ക്യാപ്ഷനാ ഞാൻ കാണിക്കണ്ടേ, ഇതിൽ കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. ഇവർ തന്നെ എഴുതിയ പോസ്റ്റാണ് അത്. കൊച്ചു കേരളത്തിലെ ആൾക്കാരുടെ ശ്രദ്ധ പോയ 2 വള്ളികളെന്നും പറഞ്ഞു. അതായത് ഇവർക്ക് അറിയാം ഇവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നും അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ എങ്ങോട്ടാണെന്നും ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളെ പറ്റിയിട്ട് ഓവറായിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ കൊണ്ടുവന്ന് കേസ് കൊടുക്കും, സ്ത്രീത്വത്തെ അപമാനിച്ചു. അതൊരു മെയിൻ സാധനമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ കേസ് എടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്കൊക്കെ എന്തും കാണിക്കുക. ഇതിപ്പം സേതുലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മാത്രമല്ല, പല ആൾക്കാരുടെ കേസ് എടുത്ത് നോക്ക്. നിങ്ങൾ ഓരോ ഇനാഗുറേഷന് പോകുന്ന ഓരോ സിനിമാ നടിമാരുടെ കേസ് നിങ്ങളെടുത്ത് നോക്ക്. ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ് വന്നിരുന്ന് കാണിക്കുന്നത്. അതെടുത്ത് വെച്ച് എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പ്രതികരിക്കാത്തത്? കാര്യം അവരുടെ പേരിൽ കേസ് പോകും. അങ്ങനെയാണ്. അതിന് പകരം ജനങ്ങൾ അതിൻ്റെ താഴെ പോയിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. ഈ അടുത്ത് നടക്കുന്ന ഇനാഗുറേഷൻസ് നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റഡ്ലി എടുത്തു വെച്ച് നോക്കണം. അതായത് മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പല കാര്യങ്ങളും ആരുടെയും പേര് പറയുന്നില്ല, പേര് പറയാനേ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ അത് അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ളൊരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ അതെന്താ അങ്ങനെ വിവാദമായെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ രാമായണത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേനും സായി പല്ലവിക്ക് നേരെ എന്തൊരു ട്രോളാണ്. അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അത് അല്ലെ, ഒരു സീതയായിട്ട് അവര് വരുന്നതിനെതിരെ അല്ലെ, ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം, സമൂഹം അല്ലേ, 2 തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. അത്രേ ഉള്ളൂ. ആ ഒരു സെൻസിലെടുക്കുക. നമ്മുടെ സമൂഹമാണ് ഇത്. ആൾക്കാർ 2 രീതിയിൽ ചിന്തിക്കും. ഇതിപ്പം എല്ലാവരും ഒരേ രീതിയിൽ പറയണമെന്ന്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറയണമെന്ന് മാത്രമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പിന്നെ അതേപോലെ തന്നെ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങൾ ഓരോ ഡ്രസ്സുകൾ ഇടുക. അത് മാത്രമല്ല, നിങ്ങളൊരു വാർത്ത വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടും കൂടി ചിന്തിക്കുക. ഇതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. ഇത് പറയാനാണെങ്കിൽ ഇതിനകത്ത് ഒരുപാടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ലിമിറ്റ് ചെയ്തേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ചില കമന്റ് കാണുമ്പോൾ അതിൽ കൂടുതലും ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ അതിപ്പോഴും അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത്. പിന്നെ അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇടയിലും കുറച്ചധികം ആളുകളെങ്കിലും അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ചായിട്ടെങ്കിലും നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിൽ പിന്നെന്ന് വെച്ചാൽ ദൂരദർശനിൽ ഇരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് അല്ലെ? എത്ര ആളുകൾ ഇപ്പോഴും ഇപ്പം എന്തൊരു 11 ന്യൂസ് ചാനലോ മറ്റോ ഇവിടെ ഉണ്ട്, സ്വകാര്യ ന്യൂസ് ചാനലുകൾ. ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ദൂരദർശനിലിരുന്ന് ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകുന്ന വാർത്ത വായനയാണ് ഇഷ്ടമെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം വിവാദമായിരിക്കും, പക്ഷെ എങ്കിലും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനലും നിങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്.
വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ചാനലാണ്. അതായത് അതാ ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങളോ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല. അതാണ് ഇത് ഇപ്പം തന്നെ എടുക്കുക. ഈ പുള്ളിക്കാരത്തെ തന്നെ പറയുന്നുണ്ട് ബാക്കിയും കുറേ ചാനലുകളുണ്ടെന്നൊക്കെ പറയുന്നില്ലേ. അവർക്ക് ആർക്കും ഇങ്ങനൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ ഇന്ന് വരെ കണ്ടില്ല. ആകെപ്പാടെ കേട്ടുള്ളൂ സുജയ പാർവതിയുടെ കണ്ട് പുള്ളിക്കാരത്തിയുടെ ഒരു മേക്കപ്പിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഏത് ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു വിഷയമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആകെപ്പാടെ ചെയ്തിട്ടുള്ളത് സേതുലക്ഷ്മി മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾ ജോലി ചെയ്യുന്നൊരു ഫീൽഡ് അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം ഇതെല്ലാം ആൾക്കാർ നോട്ടീസ് ചെയ്യപ്പെടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പുറത്തു പോകാം, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ വരും, വിമർശനങ്ങളെല്ലാം വരും. ഇതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം ഈ ഒരു ഫീൽഡിൽ നിൽക്കാനായിട്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.